ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോറക്സ് ട്രേഡിംഗ്. ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബേസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് അറിയേണ്ടത് അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് നമുക്ക് പഠിക്കുന്നതിന് മുന്നേ എന്താണ് ട്രേഡിംഗ് എന്നും എന്താണ് ഫോറക്സ് എന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഫോറക്സ് ട്രേഡിംഗ് എന്താണെന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ആദ്യം നമ്മൾ എന്താണ് ട്രേഡിംഗ് എന്ന് പഠിക്കും. അതിന് ശേഷം നമ്മൾ എന്താണ് ഫോറക്സ് എന്ന് പഠിക്കും. എന്നിട്ട് ശേഷം എങ്ങനെയാണ് ഫോറക്സ് ട്രേഡിംഗ് വർക്ക് ആവുന്നതെന്ന് പഠിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് ചാറ്റിലേക്ക് പോകാം. സോ എന്താണ് ഫോറക്സ് ട്രേഡിംഗ് എന്നുള്ളതിനെ പറ്റി ഒരു പ്രസൻറ്റേഷൻ ഞാൻ ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് ഫോറക്സ്. ഫോറക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് മറ്റുള്ള കറൻസീസ്. നമുക്കറിയാം എല്ലാ രാജ്യത്തും ഓരോരോ കറൻസീസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ INR എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ റുപ്പി, ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ US$, അതേസമയം യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ യൂറോ, അങ്ങനെ ഓരോ രാജ്യത്തും ഓരോ കറൻസീസ് ഉണ്ട്. അപ്പോൾ ഈ കറൻസീസ് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. ഇപ്പോൾ നമ്മൾ തന്നെയാണെങ്കിലും, ഇപ്പോൾ ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ഞാൻ US വിസിറ്റിന് പോകുമ്പോൾ എനിക്ക് അവിടുത്തെ കറൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഇന്ത്യൻ റുപ്പി, അതായത് അവർ പറയുന്നത് ഞങ്ങളുടെ ഒരു US$ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ 100 ഇന്ത്യൻ റുപ്പി തന്നെ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ 100 ഇന്ത്യൻ റുപ്പി കൊടുത്ത് ഒരു US$ മേടിക്കും. അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടന്നു. അപ്പോൾ ഒരു ഫോറിൻ എക്സ്ചേഞ്ച്, നമ്മുടെ ഇന്ത്യൻ റുപ്പി കൊടുത്ത് വേറൊരു കറൻസി, മറ്റൊരു രാജ്യത്തിൻ്റെ കറൻസി നമ്മൾ മേടിച്ചു. ആക്ച്വലി ഇത് തന്നെയാണ് ഫോറക്സ് എന്ന് പറയുന്നത്. ഈ നമ്മൾ ഇൻഡിവിജ്വൽസ് തമ്മിലും ബാങ്ക്സ് തമ്മിലും രാജ്യങ്ങൾ തമ്മിലും കൺട്രീസ് തമ്മിലും നടത്തുന്ന ഫോറിൻ എക്സ്ചേഞ്ചസിനെയാണ് നമ്മൾ ഫോറക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഫോറക്സ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇതെല്ലാം നടക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടാവും. അപ്പോൾ അവിടെ ആയിരിക്കും പച്ചക്കറി വാങ്ങലും വിൽക്കലും ഒക്കെ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെല്ലാം ഒത്തിറങ്ങി എല്ലാം നടക്കുന്ന ഒരു സ്ഥലം. അവിടെ പല രീതിക്കുള്ള ആൾക്കാരുണ്ടാവും. നമ്മളെപ്പോലെ ചെറുതായിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും, വലിയ വലിയ ഫണ്ട്സ് യൂസ് ചെയ്ത് ട്രാൻസാക്ഷൻ നടത്തുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാർ ഈ ഫോറക്സ് മാർക്കറ്റിൽ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഫോറക്സ് എന്ന് ഞാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തത് എന്താണ് നമ്മൾ നോക്കേണ്ടത്? എന്താണ് ട്രേഡിംഗ്. ഫോറക്സ് എന്താണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ട്രേഡിംഗ് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു സാധനം, അതായത് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. ഇത് ഞാനൊരു 10,000 രൂപയ്ക്ക് മേടിച്ച ഒരു മൊബൈൽ ഫോണാണ്. ഞാൻ മറ്റൊരാൾക്ക് ഒരു 20,000 രൂപകൾക്ക് വിൽക്കുകയാണ്. അപ്പോൾ എന്ത് നടന്നു? ഞാൻ വിറ്റു, മറ്റേയാൾ മേടിച്ചു. അപ്പോൾ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നു ആക്ച്വലി. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ അവിടെ ഒരു ട്രേഡാണ് ചെയ്തത്. അപ്പം ഞാൻ 10,000 രൂപയ്ക്ക് മേടിച്ച സാധനം ഞാൻ 20,000 രൂപയ്ക്ക് കൊടുത്തത് കൊണ്ട് എനിക്കൊരു 10,000 രൂപ ലാഭം കിട്ടി. ചിലപ്പോൾ ഞാൻ 10,000 രൂപയ്ക്ക് മേടിച്ച സാധനം ഞാൻ 10,000 രൂപയ്ക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എനിക്ക് ലാഭവും ഇല്ല, നഷ്ടവും ഇല്ല. ചിലപ്പോൾ ഈ 10,000 രൂപയുടെ സാധനം ഞാൻ ഒരു 5,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എനിക്ക് നഷ്ടമായി. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് പറയുന്നത് ട്രേഡിംഗ് എന്ന്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് നമ്മൾ ചാർട്ടിൻ്റെ മുന്നിൽ കുത്തിയിരിക്കുന്ന അത് മാത്രമല്ല ട്രേഡിംഗ്. അതൊരു ട്രേഡിംഗ് ആണ്, അതൊരു ഡിജിറ്റൽ ട്രേഡിംഗ് എന്ന് പറയും. നമ്മളിപ്പോൾ കടയിൽ പോയി ഒരു സാധനം മേടിച്ചാൽ കൂടിയും അത് ഈ ട്രേഡിങ്ങിൽ പെടും. അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ നമ്മൾ ഡിജിറ്റലി ചെയ്യുന്നതിനെയാണ് നമ്മൾ നമ്മുടെ ഡിജിറ്റൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രേഡേഴ്സ് എന്നൊക്കെ പറയുന്നവരൊക്കെ ഡിജിറ്റലി ട്രേഡ് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്താണ് ട്രേഡിംഗ് എന്നും എന്താണ് ഈ ഫോറക്സ് എന്നും പഠിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്കായിട്ടുള്ള എന്താണ് ഫോറക്സ് ട്രേഡിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം വിൽക്കുകയും വാങ്ങുകയും ചെയ്തു. പല സാധനങ്ങളും വിൽക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്ത് സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ സ്റ്റോക്സ് നമ്മൾ തമ്മിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റോക്ക് ട്രേഡിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ഷെയർ ട്രേഡിംഗ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ അതേസമയം ഇപ്പോൾ വേറെ ക്രിപ്റ്റോ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ക്രിപ്റ്റോ കറൻസീസ് ആണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ
മെയിൻലി പഠിക്കുന്നത് ഫോറക്സ് ട്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ എന്തായിരിക്കും വിൽക്കുന്നത്? യെസ്, നമ്മളവിടെ ഈ ഫോറിൻ കറൻസീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫോറക്സ് എന്താണെന്ന്. അപ്പോൾ ഈ ഫോറിൻ കറൻസീസ് ആയിരിക്കും വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ ചെറിയ ട്രാൻസാക്ഷൻസ് നമ്മുടെ ഈ ട്രേഡിങ്ങിൽ നടക്കും. അപ്പോൾ അതാണ് ഈ ഫോറക്സ് ട്രേഡിംഗ് എന്ന് കൊണ്ടുവന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഫോറിൻ കറൻസീസ് ആയിരിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു സിമ്പിൾ കോൺസെപ്റ്റാണ് നമ്മുടെ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.